വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം വന്നോളൂ. നമ്മുടെ ലൈവ് നിർത്താറായി ഞാൻ. നീ എൻ്റെ ഇടയ്ക്ക് അത് കാണും ചെയ്തു. എങ്ങനെയാണ്? ഞാൻ അങ്ങോട്ടും കൂടെ ഇറങ്ങിയൊന്നുമില്ലല്ലോ. നമുക്ക് ആ കോഴിയെ ചിക്കൻ ആക്കിയാലോ? അയ്യോ വേണ്ടേ, ഞങ്ങൾ വളർത്തുന്ന കോഴിയത്. ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. അയൊന്നും ഇതാക്കാൻ പറ്റില്ല. അത് നമ്മുടെ അച്ചൂട്ടൻ്റെ കോഴിയാണ്. അച്ചൂട്ടൻ്റെ കുഞ്ഞാവയാണത്, കുഞ്ഞാവ. അവരെടുത്തോണ്ട് നടക്കുന്ന കോഴി കുഞ്ഞെ കുട്ടിയാകുമ്പോൾ എടുത്തോണ്ട് നടക്കും. പിന്നെന്താ, അതിനെ കുളിപ്പിക്കും. അതൊക്കെ അച്ചൂട്ടനാണ് ചെയ്തിരുന്നു. അവൻ്റെ കോഴിയത് വലുതായി, വലിയ ചേവലായി. അച്ചൂട്ടൻ കേൾക്കണ്ട. അച്ചൂട്ടൻ കുഞ്ഞാവാ കുഞ്ഞാവാ പറഞ്ഞ് നടക്കും അതിൻ്റെ പിന്നാലെ. അവൻ എവിടെ? ഉറങ്ങാണ്. TV കണ്ടിട്ട് ഉറങ്ങി. ഇപ്പം എണീറ്റ് വന്നു, ചായ കുടിച്ചു, വീണ്ടും പോയി കിടന്നുറങ്ങി. പരമസുഖം. മഴയാണ്, എണീറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അവൻ കിടന്നുറങ്ങി. രണ്ടാളും കിടന്നുറങ്ങാം. കിച്ചൂട്ടനും അച്ചൂട്ടനൊക്കെ ഉറങ്ങാം. മറ്റേ ആൾ ഉറങ്ങാണ്. കിച്ചൂട്ടനും ഉറങ്ങാണ്. ഇനി രാത്രി ഉറങ്ങണമെങ്കിൽ ഒരു 12 മണി ആ ടൈമൊക്കെ ആവും. എന്നാൽ ഞാൻ സഹി കെട്ടുണ്ട്. ഉറക്കം വന്നിട്ട് ഈറ്റകൾ ഉറങ്ങണമില്ല. ഉച്ചയ്ക്ക് ഉറക്കിയതാ പാട്, രാത്രി ഉറങ്ങില്ല. ഏട്ടനെ അനിയനും കൂട്ട് ആന കളിക്കുക, ചായയും ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുക, അതൊക്കെയാണ് രാത്രി അവരുടെ പണി. നന്ദു കൃഷ്ണൻ എസ്, ഹായ് ചേച്ചി. ഹായ്, ഹലോ, ഹായ് നന്ദു. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മുന്നത്തെ ലൈവിൽ വന്നിട്ടുണ്ടോ? ഹായ് നന്ദു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ചായ കുടിച്ചോ? മറന്നു അല്ലേ? അല്ല. അപ്പോൾ ഒരു ദിവസം രാത്രിയിലും ഒരു ദിവസം വൈകുന്നേരം ലൈവ് വന്ന ആൾ എന്നോട് തുമ്മലിൻ്റെ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞ ആളല്ലേ? അല്ലേ? ആണോ? അതന്നെയാണ് തോന്നുന്നു. നന്ദു കൃഷ്ണൻ. ഗങ് ടോൾക്ക്. ഒരു ദിവസം വൈകുന്നേരം ചെയ്യാൻ പറഞ്ഞു. വൈകുന്നേരമാണോ രാവിലെയാണോ എന്നോട് ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ചായ കുടി കഴിഞ്ഞോ നന്ദു? സുദീപേ, നീ പോയാ? നിങ്ങൾക്ക് ഈ ഗങ് ടോൾക്കിനോട് എന്താ ഇത്ര വലിയ പ്രത്യേകത? ഇന്ന് രാവിലെ ലൈവിൽ വന്നപ്പോൾ അതിൽ നമ്മുടെ കാർത്തിക് പറഞ്ഞ ബ്രോ, ആൾ എപ്പോൾ നോക്കിയാലും എന്നോട് ആ ചലഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഇന്ന് ലൈവിൽ വന്നപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ചേച്ചി അത് ചെയ്യ് ചേച്ചി, ഇത് ചെയ്യ് ചേച്ചി, ഗങ് ടോൾക്ക് ചെയ്യ് ചേച്ചി. എനിക്കാണെങ്കിൽ ആ സാധനം വെക്കുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടും. ചായ കുടിച്ചു ചേച്ചിയോ? ഞാൻ ചായ കുടിച്ചു. ചായ കുടിച്ചിട്ടാണ് ലൈവ് വന്നത്. കുറച്ച് നേരം ഇന്നലെ വൈകുന്നേരം ലൈവ് വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയി. മഴയല്ലേ, അപ്പം ഞാൻ ഉറങ്ങില്ലേ. ഇന്ന് പിന്നെ വേഗം ലൈവ് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം. നന്ദു നമ്മുടെ ലൈവൊക്കെ ലൈക്ക് ചെയ്യണേ. കുറേ പേരുടെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല. പറഞ്ഞവരാരും ലൈക്ക് ചെയ്യുന്നില്ല. ഇല്ല, ഇവിടെ ഉണ്ടോ? അവിടെ ഇരുന്നോളണം, എവിടേക്കും പോകരുത്. ഈ ലൈവ് കഴിയണ വരെ നീ അവിടെ ഉണ്ടാവണം. നിനക്കുള്ള ശിക്ഷയാണ് ഇന്ന്. നന്ദു, മഴയൊക്കെ എങ്ങനെയുണ്ട്? ചിരിക്കും. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്കുള്ള ശിക്ഷയാണ്. നീ ആദ്യമായിട്ടല്ല എൻ്റെ ലൈവിൽ വരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും, എന്നിട്ട് പോയാൽ മതി.